ഒരു ബിസിനസ്സിൽ പൊതുവേ നമ്മളൊരു ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില സാഹചര്യത്തിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് ത്രൂ ബാങ്ക് ആയിരിക്കും, ചില സാഹചര്യത്തിൽ ത്രൂ ക്യാഷ് ആയിരിക്കും. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മൾ ബാങ്കിൽ നിന്നും ക്യാഷിലേക്ക് പൈസ ഡ്രോ ചെയ്യാറുണ്ട്. അതിന് പുറമെ നമ്മൾ ചിലപ്പോൾ ക്യാഷിൽ നിന്നും ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഏത് വൗച്ചർ ഉപയോഗിക്കും? ഇതൊരു പേയ്മെൻ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, റെസീപ്റ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൗച്ചറാണ് കോൺട്രാ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എങ്ങനെ ഒരു കോൺട്രാ വൗച്ചർ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. എൻ്റെ പേര് റസീം. വെൽക്കം ടു യൂട്യൂബ് ചാനൽ NSKL എഡ്യൂക്കേഷൻ. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ട്രാൻസാക്ഷൻസിൽ വൗച്ചർ ഓപ്പൺ ചെയ്യുക. വൗച്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ട് നിങ്ങൾക്ക് കോൺട്രാ വൗച്ചർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഫംഗ്ഷൻ കീ F4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോൺട്രാ വൗച്ചർ ഓപ്പൺ ചെയ്യാം. കോൺട്രാ വൗച്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടും ഉണ്ടാവും, പെർട്ടിക്കുലർ ഉണ്ടാവും. നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കാണോ നിങ്ങൾ ക്യാഷ് വരുന്നത്, ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിലേക്കാണ് പൈസ വരുന്നത്. ഇനി അതല്ല നിങ്ങൾ ക്യാഷ് ആയിട്ട് ഡ്രോ ചെയ്യുകയാണ്, ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ്, ക്യാഷിലേക്കാണ് പൈസ വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത്, അക്കൗണ്ടിൽ കൊടുക്കേണ്ടത് എവിടേക്കാണോ പൈസ വരുന്നത് എന്നുള്ള ലെജറാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എക്സാമ്പിളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിൽ വരിക ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. Alt+C കൊടുക്കുക. ലെജറിൻ്റെ പേര് ഞാൻ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു, SBI അക്കൗണ്ട് എന്ന് കൊടുത്തു. അതിനുശേഷം ഗ്രൂപ്പായിട്ട് ബാങ്ക് അക്കൗണ്ട് അണ്ടറിൽ കൊടുത്തു. ലെജർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പെർട്ടിക്കുലേഴ്സിൻ്റെ അവിടെ കൊടുക്കേണ്ടത് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് എന്നുള്ള പെർട്ടിക്കുലേഴ്സിൻ്റെ അവിടെയും കൊടുത്തു. എത്രയാണോ എമൗണ്ട് നിങ്ങൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് അത് എമൗണ്ട് അവിടെ കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ടൈപ്പ് എന്നുള്ള ഏരിയ വരും. അപ്പോൾ ക്യാഷ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാഷിന് പുറമെ നിങ്ങൾക്ക് ചെക്കോ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഷോ മോർ എന്നുള്ള ഓപ്ഷനിൽ ആ ഇൻസ്ട്രുമെൻറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല നിങ്ങൾ ജസ്റ്റ് ക്യാഷ് ആയിട്ട് തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് എന്നുള്ളത് കൊടുക്കാം. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിനോമിനേഷൻ എന്നുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ നിങ്ങൾ ഈ 5000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ ഇപ്പം 2000-ൻ്റെ 2 നോട്ടായിട്ടും അതേപോലെ തന്നെ 500-ൻ്റെ 2 നോട്ടായിട്ടുമാണ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ അങ്ങനെ ഡിനോമിനേഷൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇത്രയും ഇൻഫോർമേഷൻ കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്തതിനാൽ എന്തായി, നിങ്ങൾക്ക് കോൺട്രാ വൗച്ചർ സേവ് ആയി. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.